തലസ്ഥാനത്ത് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ജനങ്ങളെ ഭീതിയിലാഴ്ത്തി മോഷ്ടാക്കൾ വിലസുകയാണ്. തിരുവനന്തപുരം കഴക്കൂട്ടം കണിയാപുരം മേഖലകളിലാണ് മോഷണം പെരുകുന്നത്. തുടർച്ചയായി മോഷണ പരമ്പരകൾ ഉണ്ടായിട്ടും പോലീസ് ഇരുട്ടിൽ തപ്പുന്നു. CCTV അടക്കമുള്ള തെളിവുകൾ അടക്കം ലഭിച്ചിട്ടും പ്രതികളിലേക്കെത്താൻ പോലീസിന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ഒരു പ്രദേശത്താകെ മോഷണ പരമ്പരകൾ. ക്ഷേത്രങ്ങളും വീടുകളും ദേവാലയങ്ങളും കേന്ദ്രീകരിച്ചാണ് മോഷണങ്ങൾ നടക്കുന്നത്. കവർച്ച ഇങ്ങനെ പെരുകുമ്പോഴും പോലീസിന് കള്ളനെ പിടിക്കാനാകുന്നില്ല. ഒരു മാസത്തിനിടെ കഴക്കൂട്ടം, ശ്രീകാര്യം, കണിയാപുരം മേഖലകളിൽ 6 ഇടങ്ങളിലാണ് മോഷണം നടന്നത്. വീടുകളും ക്ഷേത്രങ്ങളും ദേവാലയങ്ങളും ഇതിലുൾപ്പെടും. ആളില്ലാത്ത സമയങ്ങളിൽ വീടുകളുടെ വാതിലുകൾ വെട്ടിപ്പൊളിച്ചാണ് മോഷണം. പകൽ സമയത്തും കവർച്ച പതിവ്. എന്നാൽ ഞങ്ങൾ കയറി ചാവിട്ട് ഇടാനായിട്ട് നോക്കിയപ്പോൾ ഡോറ് തുറന്ന് അടച്ചു വെച്ചിരിക്കുന്ന അവസ്ഥയിലായിരുന്നു. അകത്ത് കയറി നോക്കിയപ്പോഴാണ് സാധനങ്ങളെല്ലാം വലിച്ചു പുറത്തിട്ട് ആ ഒരു ദൃശ്യം നമ്മൾ കണ്ടത്. മോഷണം നടന്ന എല്ലായിടത്തും സമാന രീതിയിലാണ് കവർച്ച. കരിയത്തെ സർവകലാശാല ഉദ്യോഗസ്ഥന്റെ വീട്ടിൽ നിന്ന് 4 ലക്ഷം രൂപയാണ് കവർന്നത്. സമീപത്തെ വീടുകളിലും സമാന രീതിയിൽ മോഷണശ്രമം നടന്നിരുന്നു. കണ്ടൽ ഭഗവതി ക്ഷേത്രത്തിലും അന്നേ ദിവസം മോഷണശ്രമം നടന്നു. കാണിക്കവഞ്ചി തകർത്തായിരുന്നു കവർച്ച. ശ്രീകാര്യം മദനകുമാരൻ നായരുടെ വീട്ടിൽ നിന്ന് 85,000 രൂപയും അരപ്പവൻ സ്വർണവും മോഷ്ടിച്ചു. വീടിന്റെ വാതിലും അലമാരകളും ആയുധങ്ങൾ കൊണ്ട് വെട്ടിപ്പൊളിച്ചായിരുന്നു മോഷണം. കണിയാപുരം മധുസൂദനൻ നായരുടെ വീട്ടിൽ നിന്ന് ഭാര്യയുടെ ശസ്ത്രക്രിയയ്ക്ക് സൂക്ഷിച്ചിരുന്ന 37,000 രൂപയും 1.5 പവനും മോഷ്ടിച്ചു. മലേഷ്യയിലേക്ക് ഒരു യാത്ര പോയി, ടൂർ പോയിട്ട് 23-ാം തീയതി രാവിലെയാണ് എത്തിയത്. രാവിലെ ഇവിടെ വന്നപ്പോൾ വീട്ടിലെ ഗേറ്റ് പൂട്ടി കിടക്കുന്നു. ഗേറ്റ് തുറന്ന് നോക്കിയപ്പോൾ ഡോറ് കംപ്ലീറ്റ് തുറന്ന് തല്ലിപ്പൊളിച്ചിട്ടേക്കുന്നു. ഇപ്പോൾ പോയത് അമ്മയുടെ കണ്ണ് ഓപ്പറേഷന് വെച്ചിരുന്ന ഒരു 35,000 രൂപ ക്യാഷായിട്ട് പെൻഷൻ കിട്ടിയ പൈസ എടുത്ത് വെച്ചിരുന്നു. അപ്പോൾ അത് പിന്നെ ഒരു 1.25 പവനോളം വരുന്ന സ്വർണം. മോഷണം നടന്ന സ്ഥലങ്ങളിലെ CCTVകളിൽ നിന്ന് കള്ളന്മാരുടേതാണെന്ന് സംശയിക്കുന്ന ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ശാസ്ത്രീയ പരിശോധനകൾ നടത്തി. പക്ഷേ ഒന്നു മാത്രം പോലീസിനറിയില്ല: ആരാണ് ഈ മോഷണ പരമ്പരയ്ക്ക് പിന്നിലെന്ന്. കഴക്കൂട്ടം, ശ്രീകാര്യം, കണിയാപുരം തുടങ്ങി 3 പോലീസ് സ്റ്റേഷൻ പരിധികളിലായിട്ടായിരുന്നു മോഷണ പരമ്പര. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും വിദഗ്ധരും സ്ഥലങ്ങളിലെത്തി പരിശോധന നടത്തിയെങ്കിലും ഇതുവരെയും സംഘത്തെ പിടികൂടാനായിട്ടില്ല. കള്ളന്മാരെ പേടിച്ച് രാത്രികാലങ്ങളിൽ പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ് നാട്ടുകാർക്ക്. വീട് പൂട്ടി മറ്റൊരിടത്തേക്ക് പോകാനും ഭയമാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇവിടെ പോയത് ഒരു 14 പവൻ്റെ ആഭരണം, സ്വർണം, പിന്നെ 7 പവൻ്റെ ഒരു മാല, 3.5 പവൻ്റെ ഒരു കരിമണി മാല, പിന്നെ ഓരോ പവൻ്റെ 2 മോതിരം, പിന്നെ അരപ്പവൻ്റെ 3-4 മോതിരം, ഇതൊക്കെയാണ് പോയത്. 14 പവനോളം ഉണ്ട്. പൈസ 4 ലക്ഷം രൂപ പോയി. കവർച്ചയ്ക്ക് പിന്നിൽ സ്വദേശികളാണോ അന്യസംസ്ഥാനക്കാരാണോ എന്ന് പോലും ഇതുവരെ സ്ഥിരീകരിക്കാൻ പോലീസിനായിട്ടില്ല. മോഷണ പരമ്പരകൾ തന്നെ നടക്കുമ്പോഴും പോലീസ് ഇരുട്ടിൽ തപ്പുകയാണ്. മോഷണ പരമ്പരയ്ക്ക് പിന്നിൽ ആരാണെന്ന് അടിയന്തരമായി കണ്ടെത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പോലീസ് നിസ്സഹായത പ്രകടിപ്പിക്കുന്നതിനാൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും മുഖ്യമന്ത്രിക്കും അടക്കം പരാതി നൽകുവാൻ ഒരുങ്ങുകയാണ് പ്രദേശവാസികൾ. ശ്രീധർ, 24, തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. ഒരു പ്രദേശത്ത് ഏതാണ്ട് സമാനമായ രീതിയിൽ തുടർച്ചയായ ദിവസങ്ങളിൽ ഇങ്ങനെ മോഷണം നടക്കുന്നു. പക്ഷേ CCTV അടക്കം ലഭിച്ചിട്ടും പ്രതികളിലേക്ക് എത്താനാവുന്നില്ല. ആ കള്ളന്മാർ പോലീസിനെ തന്നെ നോക്കിയാണ് പല്ലിളിക്കുന്നത്.